Hi friends, welcome to class coaching. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു പുതിയൊരു സബ്ജക്റ്റ് ആണ്. സോ അതിലെ ഫസ്റ്റ് നമ്മൾ ടോപ്പിക്സ് നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്, then various disciplines of civil engineering, relevance of civil engineering in the overall infrastructure development of the country. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്. സോ ഒരു സിവിൽ എഞ്ചിനീയർ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. സോ അപ്പൊ എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് വരാം? റോഡ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, ദെൻ ബ്രിഡ്ജസ്, ടണൽസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കുകളിലാണ് ഒരു സിവിൽ എഞ്ചിനീയർ ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ മാത്രം നടത്തിയാൽ പോരാ, എന്താണ് അതുപോലെ തന്നെ അതിന്റെ പ്ലാനിങ് വേണം. സോ ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ അതിന് ഇനീഷ്യൽ ഒരു പ്ലാനിങ് വേണം. ഓക്കെ, സോ ഒരു പ്ലാൻ ചെയ്യാതെ ഒരു ബിൽഡിംഗ് ഒരിക്കലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഒരു പ്ലാനിങ് വേണം, ദെൻ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സ് വേണം, ദെൻ അതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റ് വേണം. ഓക്കെ, സോ മെറ്റീരിയൽസ് വേണം. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പർ ക്വാളിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതിനൊക്കെ വേരിയസ് ഓരോ സെക്ഷനിലും വേരിയസ് സിവിൽ എഞ്ചിനീയറിംഗ് റോൾസ് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ മാനേജ്മെന്റ് ഫീൽഡിൽ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ദെൻ ഈ മെറ്റീരിയൽസ് ടെസ്റ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, അങ്ങനത്തെ രീതിയിൽ വരുന്നുണ്ട്, ദെൻ സൈറ്റ് സെലക്ഷൻ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് പ്ലാനിങ്, ഡിസൈനിങ് ഫീൽഡിൽ ഒക്കെ ഒരു സിവിൽ എഞ്ചിനീയറിന്റെ മേജർ റോള് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പം എന്താണ് ദാറ്റ് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് ബിൽഡിംഗ്സ്, roads, bridges, then tunnels, etc. Okay, and also with the engineered constructions, their planning, design, construction and management. സോ ഒരു കൺസ്ട്രക്ഷൻ ചുമ്മാ നടത്തിയാലും പോരാ, എന്താണ് അതിന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, സോ ഒരു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് പ്ലാനിങ് വേണം, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു പ്ലാനിങ് വേണം. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ സൈറ്റ് സെലക്ട് ചെയ്യണം. ദെൻ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ. ഓക്കെ, സോ ഡിസൈനിങ് പാർട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ഡിസൈനിങ് പാർട്ടാണ്. എന്ത് സ്ട്രക്ചറാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണേ അതിന് ഡിസൈൻ ചെയ്യണം. ദെൻ അതിന് സ്യൂട്ടബിൾ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ അതിനുശേഷം ഫൈനലി ആണ് കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, സോ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്താണ്? മാനേജ് ചെയ്യണം. സോ എല്ലാ വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് എന്താണ് പ്രോപ്പർ മാനേജിങ് നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോപ്പർ ടൈമിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഓക്കെ, സോ അപ്പം ആൻഡ് ഓൾസോ എഞ്ചിനീയർഡ് കൺസ്ട്രക്ഷൻ, ദർ പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇതെല്ലാം ഒരു സിവിൽ എഞ്ചിനീയറിന്റെ മെയിൻ റോൾസ് വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, so enjoying spacious and comfortable living in a building or an underground enclave, driving from a given location to virtually any region in the continent and having plenty of clean water available for any domestic use are some of the examples that the civil engineer profession offer today. The main scope of civil engineering is planning, designing, estimating, supervising and management of different construction activity. ഓക്കെ, സോ അപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രമല്ല, ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഓക്കെ വാട്ടർ റിസോഴ്സസ്, ഓക്കെ അതുപോലെ തന്നെ എന്താണ് വാട്ടർ ക്വാളിറ്റി, വാട്ടർ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്സ്, അതൊക്കെ ഒരു സിവിൽ എഞ്ചിനീയറിന്റെ കീഴിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, എൻവയോൺമെന്റിൽ വരുന്നുണ്ട്. ദെൻ ജിയോ ടെക്നിക്കൽ, സോയിൽ കണ്ടീഷൻസ്. സോ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? സോയിൽ കണ്ടീഷൻ ഗുഡ് ആയിരിക്കണം. ഓക്കെ, സോ ഒരു സോയിലിന് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സിവിൽ എഞ്ചിനീയർ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ട് ഇതൊക്കെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ജിയോളജി, ഇതൊക്കെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്നതാണ്. ദെൻ മെയിൻ ആയിട്ട് ഒരു മെയിൻ സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് പ്ലാനിങ്, ഡിസൈനിങ്, എസ്റ്റിമേറ്റിംഗ്, സൂപ്പർവൈസിങ്, ദെൻ ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വേരിയസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെയൊക്കെ മാനേജ് ചെയ്യുക, ദെൻ പ്ലാൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, എസ്റ്റിമേഷൻ നടത്തുക, ദെൻ സൂപ്പർവൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക. ഓക്കെ, ദെൻ വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, so the
According to scope, type of structures and the activities carried out, following are the main branches of the civil engineering. Okay. So, according to the scope, type of structure, then and activities carried out, following are the main branches of the civil engineering. Civil engineering different branches ഉണ്ട്. Okay. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത് എവിടെയാണ്? സിവിൽ എഞ്ചിനീയറിംഗ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയാസ് ഉണ്ട്. ദെൻ എൻവയോൺമെന്റ്. ഒരു സിവിൽ എഞ്ചിനീയറിന് ഏതൊക്കെ ഫീൽഡിലോട്ട് തിരിയാൻ പറ്റും? ദാറ്റ് ഈസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയാസിലോട്ട് തിരിയാൻ പറ്റും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ എൻവയോൺമെന്റൽ, ജിയോ ടെക്നിക്കൽ. ഓക്കെ. സോ സർവേയിങ് ആൻഡ് ലെവലിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട്. ഓക്കെ. സോ ടൗൺ പ്ലാനിങ്, വാട്ടർ റിസോഴ്സസ്, അങ്ങനെ ഡിഫറെന്റ് മേഖലയിലോട്ട് എന്താണ് ഒരു സിവിൽ എഞ്ചിനീയറിന് പോകാൻ പറ്റും. ഓക്കെ. സോ അപ്പം മെയിൻ ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മെയിൻ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, വേരിയസ് സ്ട്രക്ചേഴ്സ് ഓർ ബിൽഡിംഗ്സിന്റെ കൺസ്ട്രക്ഷൻ വരുന്നു. സോ അതിൽ ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഓക്കെ. സോ ഈ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ദെൻ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് വരുന്നത്. ദെൻ അഡ്വാൻസ്ഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ. അതിൽ വരുന്ന എന്താണ്? അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ്, ഡീപ് ഫൗണ്ടേഷൻസ്, അങ്ങനെയൊക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ. സോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിനെ എന്താണ്? അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താലാണ് കറക്റ്റ് ടൈമിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതാണ് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. ഓക്കെ. സോ എല്ലാവർക്കും അറിയാം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ദാറ്റ് ഈസ് എന്താ വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് വരും. ദെൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. ദെൻ സോ അതൊക്കെയാണ് വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ്. അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ദെൻ അടുത്തതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഓർ സോയിൽ മെക്കാനിക്സ്. സോ ഇതിൽ വരുന്ന എന്താണ്? ഗ്രൗണ്ട് കണ്ടീഷൻ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ. സോ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്താണ്? അവിടുത്തെ ഗ്രൗണ്ട് കണ്ടീഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ. സോ ഇപ്പം ഗ്രൗണ്ട് വീക്ക് ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിനെ ആ ഒരു സൈറ്റിനെ ആ ഒരു നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അവിടെ വീക്ക് സോയിൽ ആണെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിന്റെ സോയിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് അതൊക്കെ നടക്കുന്നതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ. Then next surveying and leveling. Okay, surveying and leveling വരുന്നുണ്ട്. Then so next structural engineering. Okay, structural engineering. Okay, ഇതൊരു ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോപ്പർ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ടണൽസ് കൺസ്ട്രക്ഷൻ, ദെൻ റെയിൽവേ ട്രാക്സ്, ദെൻ എന്താണ് എയർപോർട്ട് ഡിസൈനിങ്, അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടൗൺ പ്ലാനിങ്. ദെൻ അടുത്തതാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. സോ ഇത്രയാണ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദാറ്റ് ഈസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. സോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? വേരിയസ് സ്ട്രക്ചേഴ്സ്, ദെൻ അതുപോലെ തന്നെ ബിൽഡിംഗ്സിന്റെ കൺസ്ട്രക്ഷൻ, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഡിഫറെന്റ് സ്റ്റഡീസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ്, സിമെന്റ്, സ്റ്റീല്, ദെൻ അതുപോലെ അഗ്രിഗേറ്റ്സ്, അതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ്. ഓക്കെ. ദെൻ സോ ദ കൺസ്ട്രക്ഷൻ ഓഫ് വേരിയസ് സ്ട്രക്ചേഴ്സ് and different types of building. Okay, various structures and different types of buildings in the construction ഒക്കെയാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്നത്. Then construction of building components like brickwork, then reinforced cement concrete work, then foundation, doors, windows, floors, roof. Then next വരുന്നത് study of engineering materials like cement, steel, timber, glass. Okay. സോ അപ്പം ഈ ഒരു സെക്ഷനിൽ എന്താണ് വരുന്നത്? ഈ മെറ്റീരിയൽസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി വരുന്നുണ്ട്. ഓക്കെ. ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നുണ്ട്. സിമെന്റ് നമുക്ക് എല്ലാ ടൈപ്പ് സിമെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതിന് ഒക്കെ ഓരോ പ്രോപ്പർ ഗ്രേഡ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റീൽ ആണെങ്കിലും ഓരോ സെക്ഷൻസിൽ ഡിഫറെന്റ് ടൈപ്സ് ഗ്രേഡ്സിലുള്ള സ്റ്റീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ
ടിമ്പർ, ദെൻ ഗ്ലാസ്. സോ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് അതിന് ഡിഫറെന്റ് ഗ്രേഡ്സ്, ഓരോ സെക്ഷൻസിലും ഓരോ ഡിഫറെന്റ് രീതിയിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി ഏത് സെക്ഷനിലാണ് അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അഡ്വാൻസ്ഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. സോ ഈ അഡ്വാൻസ്ഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ എന്താണ് വരുന്നത്? അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, ദെൻ ഡീപ് ഫൗണ്ടേഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പം ഡീപ് ഫൗണ്ടേഷൻ, സ്റ്റഡി ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡീപ് ഫൗണ്ടേഷൻ. ഓക്കെ, ഡീപ് ഫൗണ്ടേഷനെ കുറിച്ചുള്ള സ്റ്റഡി വരുന്നുണ്ട്. ദെൻ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ബ്രിഡ്ജസ്, ടണൽസ്. ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് അഡ്വാൻസ്ഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഓഫ് ഷോർ ഓയിൽ റിഗ്സ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇതിന്റെയൊക്കെ ഒരു ഡിസൈനിങ്ങും അതിന്റെ കൺസ്ട്രക്ഷനും അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ സ്റ്റഡി ഓഫ് എക്യുപ്മെന്റ്സ് ലൈക്ക് പവർ ഷവൽ, റോളേഴ്സ്, ക്രെയിൻസ് എക്സെട്ര ഫോർ ലാർജ് സ്കെയിൽ പ്രോജക്ട്സ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പം കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ബിൽഡിങ്സ്, ടണൽസ്, ഇതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ, ദെൻ അതുപോലെ തന്നെ എന്താണ് വേരിയസ് എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള, ഇതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, സോ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് കറക്റ്റ് ടൈമിൽ ഒന്നും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, സോ അതുകൊണ്ട് പ്രോപ്പർ മാനേജ്മെന്റ് വേണം. ഓക്കെ, സോ അപ്പം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്, ദെൻ പ്ലാൻ ചെയ്യണം. സോ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി വേണ്ടത് എന്താണ്? പ്ലാനിങ് വേണം. ഓക്കെ, പ്ലാൻ ചെയ്യണം അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഏത് സൈറ്റിലാണ്, ഓക്കെ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. ദെൻ ബിൽഡിംഗ് ബൈലോസ്. ഓക്കെ, സോ അപ്പൊ ബിൽഡിംഗ് ബൈലോസ് ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് ഓരോ ബിൽഡിംഗ്സിനും റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിന് കൊടുക്കും പോലെ അല്ല ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിൽ സെറ്റ് ബാക്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ബിൽഡിംഗ് ബൈലോസ് ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് ബിൽഡിംഗ് ബൈലോസ് പറയുന്ന അനുസരിച്ച് എന്താണ് എത്ര സെറ്റ് ബാക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ റൂൾസ് ഉണ്ട്. സോ അതൊക്കെ ഫോളോ ചെയ്യണം. അതൊക്കെയാണ് ഈ ഒരു ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റിൽ വരുന്നത്. ദെൻ പ്ലാനിങ് ഓഫ് ദ പബ്ലിക്, റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ്. ഓക്കെ, സോ പ്ലാനിങ് ഓഫ് പബ്ലിക്, റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഓക്കെ, അനദർ സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ മാനേജ്മെന്റ് ഉണ്ട്. ദെൻ ഈ മാനേജ്മെന്റ് ദാറ്റ് ഈസ് എല്ലാ വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത്, എല്ലാ സെക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് ദെൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് വേണം, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വേണം. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഓഫ് ദ ഹോൾ പ്രോജക്ട്. ഓക്കെ, വലിയ വലിയ പ്രോജക്റ്റിന് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ടീം തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ വർക്കിനെ എല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വലിയ കൺസ്ട്രക്ഷൻസിലൊക്കെ ആണെങ്കിൽ വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ എല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടീം വേണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് എന്ന് പറയുന്ന പൊസിഷൻസിലോട്ടൊക്കെ ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഓഫ് ദ ഹോൾ പ്രൊജക്ട്. ദെൻ മാനേജ്മെന്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലേബേഴ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. ദെൻ ഇതില് എന്താണ് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് വരുന്ന ഈ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഈ എക്യുപ്മെന്റ്സ്, ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ലേബേഴ്സിനെ ഒക്കെ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യുക. ഓരോ ഏത് സെക്ഷനിലാണ് ആവശ്യം നമ്മൾ പറഞ്ഞു പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ വർക്ക്സും ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം ഒരു സെക്ഷൻസിൽ ഇപ്പം ലേബേഴ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ആ സെക്ഷൻസിലോട്ട് കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പൊ ഒരു സെക്ഷനിൽ കുറച്ച് മതിയെങ്കിൽ ദെൻ അവിടെ നിന്ന് എടുത്ത് കൂടുതൽ വേണ്ട സ്ഥലത്തോട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവുക. ഓക്കെ, അതാണ് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആൻഡ് സീവേജ് സിസ്റ്റംസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ എന്താണ് വരുന്നത്? ഈ വാട്ടർ പ്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യുക, വാട്ടറിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുക, ദെൻ അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്സ്, ദെൻ അതൊക്കെയാണ് മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരിക. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ ദ ഡിസൈൻ,
ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഡിസൈൻ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, then water distribution system and the sewage system. Okay, water treatment plants, then water distribution system and sewage systemത്തിന്റെ ഒക്കെ ഡിസൈൻ, then construction, then അതിന്റെ മെയിൻ്റനൻസ് ഒക്കെയാണ് ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ദാറ്റ് ഈസ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റും ദെൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്ന നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ എയർ, വാട്ടർ ആൻഡ് ലാൻഡ് പൊല്യൂഷൻസ്. ഓക്കെ, സോ അതിനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ എൻവയോൺമെന്റലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ, സോ എന്റെ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ ഡിഫറെന്റ് ഏരിയാസ് ആണ് ഇതിൽ വരുന്നത്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈറ്റ് ദാറ്റ് ഈസ് ആ ലാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് എന്താണ്, സ്യൂട്ടബിൾ അല്ല, ആ ഒരു സ്ട്രക്ചറിനെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റില്ല. ഓക്കെ, സോ അപ്പം ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പം സ്റ്റെബിലിറ്റി ഇല്ലാത്ത സോയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ എന്നാൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റാത്തയും ഇപ്പൊ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അത് അതിന്റെ പ്രോപ്പർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു സെക്ഷൻ നമുക്ക് ഒരിക്കലും ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പൊ സോയിലിന്റെ ടെസ്റ്റിംഗ് ഒക്കെ വരുന്നതാണ് ഈ ഒരു ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോയിൽ ടെസ്റ്റിംഗ് വരും. ഓക്കെ, ലാൻഡിന്റെ കണ്ടീഷൻ ഡിറ്റർമൈൻ ചെയ്യും, ദെൻ അതിന് സ്യൂട്ടബിൾ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും. അതൊക്കെയാണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ. സോ ഫസ്റ്റ് പറയുന്നത് എന്താ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ വരും. ഓക്കെ, സോയിലിന്റെ കണ്ടീഷൻ, അതിന്റെ ഏത് ടൈപ്പ് സോയിൽ ആണ്. ഓക്കെ, സോ ഓരോ സ്ട്രക്ചേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന, ദെൻ ലോഡ് ബിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോയിൽസ് ഓക്കെ ഏതൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, സോ ഓരോ സോയിലിനും എന്തായിരിക്കും, ഇപ്പൊ ഇച്ചിരി സ്റ്റെബിലിറ്റി ഉള്ള, അതായത് ഒരുപാട് ലോഡ് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ടായിരിക്കാം. ദെൻ എന്നാൽ വീക്ക് സോയിൽസ് ഉണ്ടായിരിക്കാം. സോ അതിനൊക്കെ അനുസരിച്ച് ഫൗണ്ടേഷൻ നല്ല ബെറ്റർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ആ ഒരു ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ ഡിസൈന്. Then measurement of soil parameters and a safe bearing capacity of soil. Okay, so soil parameters, then safe bearing capacity of soil അതൊക്കെ മെഷർ ചെയ്യുന്നതാണ്. Then അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് ജിയോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ജിയോളജി ഈ ഒരു സെക്ഷൻ, ദാറ്റ് ഈസ് വേരിയസ് റോക്സ്, ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് റോക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിനെക്കുറിച്ച് ജിയോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഉള്ള ഒരു സ്റ്റഡിയാണ് ദാറ്റ് ഈസ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്. സോ സർവേയിങ് ആൻഡ് ലെവലിംഗിൽ പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇനിഷ്യലി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ ഒരു വഴിക്ക് നടക്കും. ദെൻ അതല്ലാതെ സൈറ്റിൽ ചെയ്യുന്ന ഫസ്റ്റ് ഇനിഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈറ്റിൽ നമ്മൾ വേരിയസ് പോയിന്റ്സ് സെറ്റ് ചെയ്യും. ഓക്കെ, പോയിന്റ്സ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക്. ഓക്കെ, സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക്. ദെൻ ഫോർ പ്രിപ്പയറിംഗ് മാപ്സ് ഓഫ് ലാൻഡ്. ഓക്കെ, സോ സർവേയിങ്ങിൽ വരുന്നതാണ് ഫോർ പ്രിപ്പയറിംഗ് ഓഫ് മാപ്സ് ഓഫ് ലാൻഡ്സ്. ആ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഏരിയയുടെ ഒരു മാപ്സ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ മെഷർമെന്റ് ഓഫ് ലെവൽസ് ഓഫ് ലാൻഡ്. ഓക്കെ, സോ ലാൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ കൊണ്ട് ഇപ്പൊ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സോയിലാണ്, കൺസ്ട്രക്ഷൻ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ലാൻഡിന്റെ പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട്, ദെൻ അതിന്റെ ലെവൽ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട്, ദെൻ ഗ്രേഡിയൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ട് അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ലെവലിംഗ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു വർക്ക് നടത്തുന്നത്. ഓക്കെ, സോ അപ്പോൾ മെഷർമെന്റ് ഓഫ് ലെവൽസ് ഓഫ് ദ ലാൻഡ്സ് ആൻഡ് പ്രിപ്പയർ കോൺട്യൂർ മാപ്സ്. Okay, then carried out using chains, compass,
plane tables, levels, theodolite, EMD, then instruments, etc. Okay. So EMD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ. സോ that is ഇവിടെ എന്താണ് പറയുന്നത്? that is measurement of levels of lands and preparing of contour maps. so contour maps എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു മാപ്സിനെയാണ് contour maps എന്ന് പറയുന്നത്. സോ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ദെൻ ഓരോ ഈക്വൽ ലെവൽസിൽ വരുന്ന പോയിന്റ്സിനെയൊക്കെ നമ്മൾ ഏരിയാസിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ചെയിൻ യൂസ് ചെയ്യും, ദെൻ കോമ്പസ് യൂസ് ചെയ്യും, പ്ലെയിൻ ടേബിൾ, ലെവൽസ്, തിയോഡലൈറ്റ്, EMD ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിൻ്റേത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഒരു സൈറ്റ് ഫസ്റ്റ് എല്ലാ സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ ലോഡ്സ് എല്ലാം വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പർ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ. സോ ഇപ്പം ഒരു ബിൽഡിംഗ് എങ്ങനെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിസ്റ്റാൻഡ് ചെയ്യില്ല. ഓക്കെ. സോ അതിൻ്റെ ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു ബിൽഡിങ് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കും? അതിന് പ്രോപ്പർ ലോഡ് ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ്. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ് ആ ഒരു സൈറ്റ് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വേണേലും നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്തു, സൈറ്റ് സ്യൂട്ടബിൾ ആണ്, കുഴപ്പമില്ല. ദെൻ ലെവലിങ്ങും അതൊക്കെ നടത്തി, കുഴപ്പമില്ല. ദെൻ നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. സോ ഗുഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ വേണേലും നമുക്ക് കൺസ്ട്രക്ഷൻ, നമ്മളൊരു പ്ലാൻ ഉണ്ട്, പ്ലാൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു സ്ട്രക്ചറലായിട്ട് ഒരു സ്ട്രക്ചറൽ വ്യൂവിൽ ദാറ്റ് ഈസ് അതിന് സ്ട്രെങ്ത്, ആ ഓരോ വേരിയസ് കമ്പോണൻസ്, ഒരു ബിൽഡിങ്ങിന് കൊടുക്കുന്ന ഓരോ കമ്പോണൻസിനും അതിൻ്റേതായിട്ടുള്ള ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. സോ ആ കപ്പാസിറ്റിയിൽ അത് ഡിസൈൻ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ. സോ അത് ഇപ്പം സ്ട്രക്ചറൽ എഞ്ചിനീയർ ചെക്ക് ചെയ്യാത്തൊരു പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ ഒരു സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് അതിന് ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. ദെൻ സോ അപ്പം എല്ലാ കേസിലും അല്ല, ദെൻ എന്താണ്? ദാറ്റ് ഈസ് മോസ്റ്റ്ലി എല്ലാ കേസസിലും വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഒരു പ്രോപ്പറായിട്ട് ഒരു ലോഡ് കണ്ടീഷൻസ്. ഓക്കെ. എല്ലാ കമ്പോണൻസും, ദാറ്റ് ഈസ് ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ കമ്പോണൻസ് പ്രോപ്പറായിട്ട് ലോഡ്സ് ഒക്കെ എടുക്കാൻ പാകത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആരായിരിക്കണം? സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ. സോ അപ്പം ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചർ, സോ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈൻ ഒക്കെയാണ് ഈ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ദെൻ സോ റീറ്റെയിനിങ് വാൾസ്, സോ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? റീറ്റെയിനിങ് വാൾസ് വരുന്നുണ്ട്, വാട്ടർ ടാങ്ക്സ്, ബ്രിഡ്ജസ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ഇതൊക്കെ ഈ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഇതിൽ തന്നെ വരുന്നതാണ്. ദെൻ സോ ദ റെയിൽവേ പ്ലാറ്റ്ഫോം, then factory sheds, then steel bridges. Okay. Then design of earthquake resistant structures, then concrete technology. Okay. So ഇപ്പം ഇതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വരുന്ന മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചേഴ്സ്. ഓക്കെ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. സോ റീറ്റെയിനിങ് വാള്, വാട്ടർ ടാങ്ക്, ബ്രിഡ്ജസ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, റെയിൽവേ പ്ലാറ്റ്ഫോംസ്, ഫാക്ടറി ഷെഡ്സ്, സ്റ്റീൽ ബ്രിഡ്ജസ്, ഇതൊക്കെ ഒക്കെ ഡിസൈനിങ്ങും ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷനും ഒക്കെ നമ്മൾ പഠിക്കും. ദെൻ ഡിസൈൻ പാർട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ. ഡിസൈനിങ് ആണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്ത്. ദെൻ എർത്ത് റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ. അതിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഡിസൈനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ സ്റ്റഡി വരും ഇതിൻ്റെ അകത്ത്. പിന്നെ കോൺക്രീറ്റ് ടെക്നോളജി, ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ. സോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ്? ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയാസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ്. ഓക്കെ. സോ എയർപോർട്ട് പ്ലാനിങ് അതൊക്കെ വരുന്നത്. ഓക്കെ. സോ എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ദെൻ അതിൻ്റെ എയർപോർട്ട് പ്ലാനിങ്, കൺസ്ട്രക്ഷൻ അതൊക്കെ വരുന്നത്. ഓക്കെ. റൺവേസിൻ്റെ ഡിസൈന് അതൊക്കെ വരുന്നത് ദെൻ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ വരുന്നു. ദെൻ അതുപോലെ തന്നെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ബ്രിഡ്ജിൻ്റെ ഡിസൈന്, അതിൻ്റെ കൺസ്ട്രക്ഷൻസ്. ഓക്കെ. സോ അതൊക്കെയാണ് വരുന്നത്. ദെൻ ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിംഗ്. ഓക്കെ. സോ ഹാർബേഴ്സിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും അതൊക്കെ വരുന്നതുണ്ട്. ദെൻ ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്,
ടണൽ എഞ്ചിനീയറിംഗ്, ദെൻ ട്രാഫിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ വേരിയസ് കൺസ്ട്രക്ഷൻ, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ അതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ മെയിൻ. സോ അപ്പോൾ നെക്സ്റ്റ് ആണ് ടൗൺ പ്ലാനിങ്. ഓക്കെ, സോ ടൗൺ പ്ലാനിങ് ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് ടൗൺ in such a way that the town attain significance of the living organism. Okay, so town planning എന്തൊക്കെ വരും? That is various components of town. Okay, so ടൗൺസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് ദ ടൗൺ. ഓക്കെ, ടൗണിലെ വേരിയസ് കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റ്, ദെൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടൗൺ അറ്റെയിൻസ് സിഗ്നിഫിക്കൻസ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഓക്കെ, so towns are divided into different zones like residential zones, then commercial zones, industrial zones. Okay, so town ne classify ചെയ്തിരിക്കുക. Towns are divided into different zones ആയിട്ട് classify ചെയ്തിരിക്കുന്നുണ്ട്. That is residential zone ആയിട്ട്, then commercial zones ആയിട്ട്, then industrial zones ആയിട്ട് classify ചെയ്തിട്ടുണ്ട്. Okay, then അടുത്താണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ വരും? ഫ്ലൂയിഡ് മെക്കാനിക്സ് വരും, ഹൈഡ്രോളജി വരും, ദെൻ ഇറിഗേഷൻ വരും. ഓക്കെ, സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ബിഹേവിയർ ഓഫ് ഓൾ മോർ ഓർ ലെസ് ഇൻകംപ്രസിബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, സോ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്താണ് വരുന്നത്? ബിഹേവിയർ ഓഫ് ഇൻകംപ്രസിബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിന്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഓൾ മോർ ഓർ ലെസ് ഇൻകംപ്രസിബിൾ then liquids and gases. Okay, then next hydrology. Hydrology എന്ന് പറയുന്നത് എന്താണ്? That is deals with the study of the source of water. Okay, വാട്ടറിന്റെ സോഴ്സ്, then ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റഡി, then സർഫസ് വാട്ടറിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയാണ് ഹൈഡ്രോളജിയിൽ വരുന്നത്. ഓക്കെ, സോ ഹൈഡ്രോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ സോഴ്സ് ഓഫ് വാട്ടർ, then മെഷർമെന്റ് ആൻഡ് സ്റ്റഡി ഓഫ് ദ റെയിൻഫാൾ, ഫ്ലഡ് എക്സെട്ര. ഓക്കെ, സോ എന്തൊക്കെയാണ് ഹൈഡ്രോളജിയിൽ വരുന്നത്? ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച്, ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് വാട്ടറിന്റെ ഒറിജിൻ, ദെൻ സോഴ്സ് ഓഫ് വാട്ടർ എവിടെ നിന്നാണ്, ദെൻ അതുപോലെ തന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചുള്ള നമ്മൾ സ്റ്റഡീസ് നടത്തും, ദെൻ സർഫസ് വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തും, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഈസ് മെഷർമെന്റ് ആൻഡ് സ്റ്റഡീസ് ഓഫ് റെയിൻഫാൾ. ഓക്കെ, റെയിൻഫാൾ ഓരോ ഏരിയാസിലും ഉള്ള റെയിൻഫാളിന്റെ മെഷർമെന്റ്സ്, ദെൻ ഫ്ലഡ് അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോളജിയിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത് എന്താണ്? ഡീൽസ് വിത്ത് ഡിസൈനിങ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാംസ്, കനാൽസ് എക്സെട്ര. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന്റെ ഡിസൈനിങ് ആണ് എന്തിൽ വരുന്നത്? ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ, സോ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് വരുന്നത്? ഡിസൈനിങ് ഓഫ് ദ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാംസ്, കനാൽസ് അതിൻ്റെയൊക്കെ ഡിസൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ദാറ്റ് ഈസ് ഇറിഗേഷൻ, ദാറ്റ് ഈസ് ഓരോ ലാൻഡിലോട്ടും ഇറിഗേഷൻ കൊടുക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിൽ തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട്: ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളജി, ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഓൾ or more or less incompressible liquids and gases ആണ് വരുന്നത്. ദെൻ ഹൈഡ്രോളജിയിൽ വരുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ദ സോഴ്സസ് ഓഫ് വാട്ടർ, മെഷർമെന്റ് ആൻഡ് സ്റ്റഡി ഓഫ് റെയിൻഫാൾ, ഫ്ലഡ് എക്സെട്ര. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത് ഡിസൈനിങ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിലേക്ക് ഡാംസ്, കനാൽസ് ഒക്കെയാണ് വരുന്നത്.